ഹലോ, അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എന്നും രാവിലെ തന്നെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി കച്ചവടത്തിന് പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി എടുത്ത് വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ മാങ്ങ കഴുകിപ്പറക്കി എല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ നെല്ലിക്ക ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ വൈകിട്ട്, അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ അതും എടുത്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഉപ്പിലിട്ടതിൻ്റെ ഇച്ചിരി ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ഒന്നിച്ചെടുത്തേക്കുന്ന കേട്ടോ. ഇതേപോലെ ഞാൻ ഉപ്പിലിട്ട് എല്ലാം റെഡിയാക്കി പച്ചമുളകും കാന്താരി എല്ലാം ചതച്ച് വറക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പൈനാപ്പിൾ നമ്മൾ ചെത്തും കേട്ടോ. ഒരു 5-6 പൈനാപ്പിൾ നമ്മൾ ചെത്തിക്കൊണ്ട് പോയി ഇവിടുന്ന്. ബാക്കി നമ്മളിങ്ങനെ ചാക്കിൽ കുമ്മുടിയൊക്കെ കളഞ്ഞ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പം കച്ചവടത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് വൈകിട്ടത്തെ പരിപാടിയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലത്തേക്കുള്ള കാപ്പിക്കുള്ള മാവ് അരച്ച് വെക്കാം. അപ്പം നാളെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള വീഡിയോസ് ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ വെള്ളയപ്പത്തിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഇന്ന് ആ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ആദ്യം തന്നെ നമ്മൾ പച്ചരിയാണ് എടുത്ത് അരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അല്ല, ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ വെള്ളത്തിലിട്ടായിരുന്നു പച്ചരി. അപ്പോൾ അത് ഞാൻ പിന്നെ വന്നിട്ട് കഴുകി വാരിയെടുത്ത് ഒന്ന് അരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ ഒത്തിരി ലൂസും ആരുത്, എന്നാൽ ഒത്തിരി കട്ടിയായാൽ ആ പരുവത്തിന് വേണം നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കാൻ. അപ്പം നല്ല രീതിയിൽ അരച്ചെടുക്കുകയും വേണം കേട്ടോ. നല്ല നൈസായിട്ട് അരച്ചെടുക്കുകയും ചെയ്യും. തരിയൊന്നും ഒട്ടും വേണ്ട, തരിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ, ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമതിട്ട പച്ചരിയും അരച്ച് കഴിഞ്ഞ് കേട്ടോ. നമുക്ക് ഇനി അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതുകൊണ്ട് ഈ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. എന്നാൽ ഒത്തിരി കട്ടിയല്ല, ഒത്തിരി ലൂസും അല്ലാത്ത രീതി വേണം അരച്ചെടുക്കാൻ. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ചോറും പിന്നെ കുറച്ച് തേങ്ങയും കൂടിയാണ് കേട്ടോ. അത് നമ്മൾ പച്ചരി എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം ചോറും തേങ്ങയും ചേർത്ത് കൊടുക്കാൻ. തേങ്ങ ഇച്ചിരി കൂടുതൽ ചേർത്താലും ചോറ് ഒരുപാട് കൂടുതൽ ചേർക്കാനും പാടില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ തേങ്ങയും ചോറും കൂടെ ഇട്ടു. അതും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല വെണ്ണ പോലെ തന്നെ അതും അരച്ചെടുക്കണം. ചോറും തേങ്ങയും ഒന്നും പീരയായിട്ട് കിടക്കരുത് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അരയ്ക്കുവാണെങ്കിൽ നമുക്ക് വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങയും ചോറും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. അതായത് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നീട് രാവിലെ അരയ്ക്കാം. ഉണ്ടാക്കാൻ നേരം, അപ്പം ഉണ്ടാക്കാൻ നേരം നമ്മൾ നോക്കുക, ഉപ്പില്ലെങ്കിൽ അന്നേരം ഇച്ചിരി ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ ഞാൻ പഞ്ചസാര ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് അടിച്ചെടുത്ത് വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും. അങ്ങനെ കണ്ടില്ലേ, അതും അതേപോലെ തന്നെ അരച്ചെടുത്തു. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുലുക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. അതിൻ്റെ മുന്നോട്ട് തന്നെ ഞാൻ മിക്സിയൊക്കെ ഒന്നെടുത്ത് ഒതുക്കി വെക്കുന്നുണ്ട് മിക്സി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. ഇളക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമുക്കെടുത്ത് അപ്പം ഉണ്ടാക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാ നാട്ടിലും വെള്ളയപ്പം ആണോ എന്നൊന്നും അറിയത്തില്ല. പല നാട്ടിൽ പല പേരാണ് പറയുന്നത്. ഇവിടെ അപ്പം എന്ന് പറയും, വെള്ളയപ്പം എന്ന് പറയും, പാലപ്പം എന്ന് പറയും. അതൊക്കെ തന്നെയായിരിക്കും എല്ലായിടത്തും പറയുന്നത് കേട്ടോ. എനിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നും അറിയത്തുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ മാവെല്ലാം അരച്ച് വെച്ചു. പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാവൊക്കെ തെറിച്ച് കിടപ്പുണ്ട്. പിന്നെ അടുപ്പിൻ്റെ അവിടെ ഇച്ചിരി സ്റ്റൗ ഇരിക്കുന്നതിൻ്റെ അവിടെ ഒന്ന് വൃത്തിയാക്കണം.
അപ്പോൾ ഇന്ന് വാവാച്ചി കയറിയിട്ടാണ് ഇന്ന് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് ഉച്ചക്കത്തേക്കുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇച്ചിരിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, ഈ ഒരു റെസിപ്പി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആകപ്പാടെ തളർന്ന് കുർത്തി വന്നിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോസ് ഇടണമല്ലോ, അങ്ങനെ അത് ഓർത്തിട്ട് അതിൻ്റെ ഇതിന് വേണ്ടി എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. ഇനി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് കിടക്കാനൊക്കെ. അപ്പോൾ നമുക്ക് എത്രയും പിടിയെന്ന് ഞാൻ പണിയെല്ലാം തീർക്കുന്ന രംഗങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ അവിടെ എല്ലാം തുടച്ച് പറക്കി എടുത്ത് വെച്ചതിന് ശേഷം ഞാനൊരു ചെറിയൊരു ചരുവം പോലത്തെ ബേസിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചൂടുവെള്ളം, തിളച്ചതുമല്ല എന്നാൽ ഇതുമല്ലാതെ തിള വരുന്ന പരുവത്തിലുണ്ടല്ലോ, ആ പരുവത്തിലുള്ള കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച മാവെടുത്ത് അതിലേക്ക് വെച്ചിട്ട് നമ്മൾ കിടക്കുക. പിറ്റേന്ന് രാവിലെ നമുക്ക് മാവെടുത്ത് നമുക്ക് നോക്കാം. പിറ്റേന്ന് രാവിലെയായി അപ്പോഴത്തേക്ക് ഞാൻ മാവെടുത്ത് നോക്കിയപ്പോൾ നല്ല പുളിച്ച് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പത്തിന് ഒത്ത പരുവത്തിലിരിക്കുകയാണ്. ഒത്തിരി പുളിയല്ല, എന്നാൽ പുളിക്കാതിരിക്കുന്നില്ല, ആ ഒരു ഇടയ്ക്ക് വേണം നിൽക്കാൻ കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം. അപ്പോൾ നമുക്ക് ഉപ്പില്ലെങ്കിൽ അപ്പോൾ മാവ് തൊട്ട് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കി അപ്പം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് മാവ് കറക്കുമ്പം തന്നെ നമുക്കറിയാം അപ്പം ശരിയാകുമോ ഇല്ലയെന്നുണ്ടോ. കണ്ടോ, കൊമ്പളകളൊക്കെ വീഴുന്നിട്ടുണ്ട്, ചെറിയ ചെറിയ കിഴുത്തകളൊക്കെ വീണു. ഇനി ഒന്ന് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് എടുത്തപ്പം കണ്ടില്ല, നല്ലതായിട്ട് സൈഡൊക്കെ മുരിഞ്ഞ് നല്ല വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളയപ്പം ഉണ്ടാക്കാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, ഈ 2 ചേരുവകളും പച്ചരിയും മാത്രം മതി കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം റെഡി. വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല മയവും സൈഡൊക്കെ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല മയത്തിലുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പും മധുരവും ഒക്കെ ഉണ്ട്, പാകത്തിനാണ് ഉപ്പും മധുരവും ഒക്കെ. അപ്പോൾ നമ്മുടെ വെള്ളയപ്പമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഇത് എടുക്കുമ്പോഴും മാവ് ഒഴിച്ച് കറക്കുമ്പോൾ ഒക്കെ തന്നെ അറിയാം നമ്മുടെ വെള്ളയപ്പം എത്തിന് വേണ്ടി സോഫ്റ്റ് ആണെന്നും അത് എങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് അപ്പം അതിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളയപ്പം ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ വെള്ളയപ്പമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ അല്പം കുറച്ച് വെക്കണം കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ഓർത്ത് വെച്ച, പക്ഷെ അത് കൂടി തന്നെ ഇരിക്കുമായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അപ്പം കരിയോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളയപ്പം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. കാണുമ്പം തന്നെ അറിയാം, ഇതുണ്ടോ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ട് നടുകുഴിഞ്ഞ് സൈഡൊക്കെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കുകയൊക്കെ ഒന്നും ചെയ്യുന്നില്ല, വേറെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താനുമില്ല കേട്ടോ. ഇപ്പം ചെറുക്കായിയെ കാണാത്തത്, ചെറുക്കായി ഇപ്പം ക്യാമ്പിന് പോയേക്കാണ് NCCയുടെ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആണെങ്കിൽ അവനുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ വരികയൊക്കെ ചെയ്യും കേട്ടോ. പിള്ളേരിരുന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെക്കേഷനാണ്, അവധിയൊക്കെയാണ്. അപ്പോൾ രാവിലെ മക്കൾ എഴുന്നേറ്റിട്ടില്ല, മക്കൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെ അറിയാം. കണ്ടോ, സൈഡെല്ലാം മുരിഞ്ഞിട്ടുണ്ട്, എന്നാൽ നടുക്കിച്ചിരി കട്ടിക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് വേറെ ഒന്ന് എടുത്ത് നോക്കാം. അത് കണ്ടോ, അതും അങ്ങനെ തന്നെയാണ്. നമുക്കിതൊന്ന് ഇനി ഒന്ന് മടക്കി നോക്കാം. കണ്ടോ, മടക്കുമ്പം ഇത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം റെഡി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മുന്നിലിരുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.